അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് എൻ്റെ കാക്കയും വൈഫും മോളും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഒരു പാർട്ടി മെനു ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അവർ ലഞ്ചിന് എത്താമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ തന്നെ ഇപ്പോൾ ഞാനിതാ ചെടിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചെടിയൊക്കെ ഒന്ന് പോയി നോക്കും. ഇങ്ങനെ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയിട്ട് നോക്കും കേട്ടോ. ഒന്ന് രണ്ട് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിന് ഇറച്ചിച്ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ്, അങ്ങനെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഉമ്മ എനിക്ക് എല്ലാം കട്ട് ചെയ്തൊക്കെ തരാം, മട്ടനൊക്കെ ക്ലീനാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു പരിപാടിയൊന്നുമില്ല, ഉമ്മ അതൊക്കെ അവിടെ കിച്ചണിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് വന്നതാണ്. ഇപ്പോൾ ചില ചെടികളുടെയൊക്കെ ഇങ്ങനെ തുമ്പ് മാത്രം ഇങ്ങനെ ഉണങ്ങി വരുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ തുമ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഫുള്ള് ഗ്രീൻ ആയിട്ട് ഇങ്ങനെ ആ ഒരു ചെടി നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. അപ്പോഴേക്കും തന്നെ അമ്മ എനിക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടനൊക്കെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് കുക്ക് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്കര മാങ്ങ എന്നാട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉമ്മ ഉലുവയും കടുകും കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. അവിടെ ഒരു 1.5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇറച്ചിച്ചോറിനുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓയിലും നെയ്യും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാനിവിടെ 3 കപ്പ് അരിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-3.5 ഉള്ളി എടുത്തിട്ടുണ്ടാവും. അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല രസമായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്താ പറയുക, ഇഞ്ചിപ്പുളി ഇല്ലേ അതേപോലത്തെ ഒരു സാധനം കേട്ടോ. കാരണം പുളിയും ഉണ്ടാവും, മധുരം ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇത്. ചിലപ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടാവും കേട്ടോ. അപ്പം നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു പൊടിയെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് മാങ്ങ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ നമ്മളെന്താ പറയുക, ഇഞ്ചിപ്പുളി ഇല്ലേ ആ ഒരു ടെക്സ്ചറിനെ ഉണ്ടാവും കേട്ടോ. നമ്മളിത് എന്നിട്ട് ശർക്കരയെല്ലാം ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ ഒന്നും കൂടി ഒരു തിക്കായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. പിന്നെ അതിലേക്ക് ഉമ്മ നേരത്തെ ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചില്ല, ആ ഒരു പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിക്കാനാൽ ആ മാങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. പിന്നെ അതേപോലെ തന്നെ ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ.
അപ്പോഴേക്കും നമ്മളുടെ ഉള്ളിയും ഇതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കിലോളം മട്ടൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അതൊന്ന് ആ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് എല്ലാ പീസസും ഒന്ന് കോട്ടാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം വേണമെങ്കിൽ നമുക്ക് അരിയുടെ അളവിനനുസരിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രയും ഒഴിക്കുന്നില്ല, എന്നാലും ഒരു പകുതി അളവിന് ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ചക്കരമാങ്ങൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കരൻ്റെ പീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിയാണ് യൂസ് ചെയ്യൽ. അപ്പം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കണം, നല്ല മധുരം വേണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അതും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിൽ ഞാൻ ചിക്കൻ്റെ ലെഗ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് സോയാ സോസ്, മുട്ട, കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനീഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇനി അവർ വരാൻ നേരത്തെ ഞാനിത് ഫ്രൈ ആക്കുള്ളൂ, കാരണം ഇത് നല്ല പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അപ്പം ഇത് ആ ഒരു സമയത്ത് മാത്രമേ ഇനി നമ്മൾ ഫ്രൈ ആക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും, പിന്നീടാട്ടോ ഓർമ്മ വരാം. അപ്പോഴേക്കും തന്നെ നമ്മളുടെ മട്ടൻ്റെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മട്ടൻ കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം മട്ടനെല്ലാം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇറച്ചിച്ചോറാക്കിയിട്ടെടുക്കാം. അപ്പം ഞാൻ വലിയൊരു പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത മട്ടൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത കറി ലീവ്സും പിന്നെ മല്ലിയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് നമുക്ക് അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, അപ്പം 6 കപ്പ് വെള്ളം വേണം. അപ്പം 3 കപ്പ് ഓൾറെഡി നമ്മൾ മട്ടൻ വേവിച്ചതിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാക്കി 3 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കയമ അരി ആട്ടോ അതിന് യൂസ് ചെയ്യുന്നത്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇറച്ചിച്ചോറിൻ്റെ പണി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു മട്ടൻ കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ സിമ്പിളാണ്. പിന്നെ ഞാൻ ചിക്കനും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഇറച്ചിച്ചോറെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റൈസാണ്. ഞാൻ അപ്പോഴേക്കും എൻ്റെ ടേബിൾ സെറ്റ് ചെയ്യുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് ചിക്കനും എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ്. എന്നാൽ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എനിക്ക് അധികം ക്ലീൻ ആക്കാനുണ്ടായിരുന്നില്ല, കാരണം ഉമ്മ ഓൾറെഡി എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരെത്തി. അപ്പോൾ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബ്രദറിൻ്റെ മോളെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആസ്ലി എന്നാട്ടോ പേര്. അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ, ടോയ്സൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ഒരു വരിക്കച്ചക്ക എന്ന് പറയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചക്കയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചക്കയൊക്കെ തിന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നാട്ടിൽ നിന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ചക്കയും കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ എമിറേറ്റ്സ് പാലസ് കേട്ടോ വന്നത്. അപ്പോൾ അവർ ഇവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവിടെ പോകാമെന്ന് വിചാരിച്ച്. മക്കൾ രണ്ടാളും നല്ല കളിയായിരുന്നു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് രണ്ടാളും അപ്പോൾ കുറച്ചായി കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാൾക്കും ഭയങ്കര ഓടിക്കളിയൊക്കെ ആയിരുന്നു. Sana. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.